ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതെ 1883 പണിയെടുപ്പിച്ച ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. 1883 ബ്രിട്ടീഷുകാർ പണിയെടുപ്പിച്ചൊരു അക്വഡക്റ്റാണിത്. കണ്ണൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ ഭാരതപ്പുഴയുടെ എക്രോസ് ആയിട്ടാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് ചിറ്റൂർ റോഡിൽ വരുന്ന സമയത്ത് കരിങ്ങരപ്പള്ളി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു ഉള്ളിലോട്ട് 500 മീറ്റർ മാറിയിട്ടാണ്. ഒത്തിരി സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ നല്ല പച്ചപ്പും പിന്നെ അടിയിൽ ഇതേ ഭാരതപ്പുഴ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഇതിൽ കൂടെ എല്ലാം വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളമൊന്നും തുറന്നു വിട്ടിട്ടില്ല. വേറൊരു പേരും കൂടെ ഉണ്ട്, വിക്ടോറിയ ജൂബിലി ബ്രിഡ്ജ് എന്ന്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ജമുന പ്യാരി സിനിമയിലെ കുഞ്ചാക്കോവിനെ അഭിനയിച്ച, അപ്പോൾ ആ സിനിമയിലൊക്കെ ഈ ഒരു പ്ലേസ് വന്നിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് കുറേ ദിവസം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി എനിക്ക് പേരെടുത്ത് പറയാൻ ഓർമ്മ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രയധികം സിനിമകളിൽ ഒരു വേദിയാണ് ഇത്, ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഈ പാലക്കാടൊക്കെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്പോട്ടാണ് ഇത്. കാരണം നമ്മൾ വരുമ്പോൾ ഇവിടെ എല്ലാവരും മിക്കവാറും പാലക്കാടൻ കോട്ട, പിന്നെ നമ്മുടെ മലമ്പുഴ ഗാർഡൻസ്, പിന്നെ നെല്ലിയാമ്പതിയൊക്കെ വന്നിട്ട് അങ്ങ് പോകും. ഇതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കോളം പൂർത്തിയാക്കാമെന്ന് പറയാൻ വേണ്ടത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ തൊട്ട് അടുത്ത് തന്നെയുള്ളൊരു പുഴയാണ്, ഭാരതപ്പുഴയായി ഒഴുകുന്നത്. ഇപ്പോൾ ഈ അക്വഡക്റ്റിൻ്റെ താഴെയായിട്ടായി വരുന്നത്. ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ വരാറുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് ഒഴുകുന്നുണ്ട്. ഇതേ കാണാം കേട്ടോ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്. നല്ല രസമില്ല കാണാൻ. ഇതിന് മുകളിലായിട്ട് കുറെ ചെക്ക് ഡാമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇച്ചിരി വെള്ളം കുറവ്. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകേണ്ട ഒരു സമയമാണിത്. എത്ര മനോഹരമായിട്ടല്ലേ ഇവർ പണിത് വെച്ചേക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 1883 എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അത്ഭുതം തന്നെയല്ലേ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല അടിപൊളി ഒരു അന്തരീക്ഷമൊക്കെയാണ്. പിന്നെ മാത്രമല്ല കപ്പിൾസ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ശരിക്കും കുറച്ചൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ, സത്യം പറഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരി പിള്ളേർ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കുന്ന കാണാറുണ്ട്. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ആംബിയൻസ്. പിന്നെ വലിയ ടൗണിൻ്റെ ആ ഒരു തിരക്കൊക്കെ മാറി ഒരു എന്താ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തൊന്ന് പോയി നോക്കാം. താഴത്തെ ഭാഗത്തൂടെ ഇതിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ടെത്താം. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തെളിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ഊഞ്ഞാലൊക്കെ കെട്ടി പിള്ളേർക്കൊക്കെ ആണെങ്കിലും വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടെ കുറേ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തേക്കുക. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഗവൺമെൻറ് ഒക്കെ ആണെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിലും നല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുപോവാണെങ്കിൽ നല്ലൊരു സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക, ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കൊണ്ടുപോകാം. കാരണം ഒത്തിരി ആൾക്കാർ വൈകുന്നേരങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലതായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തി. അടിയിലൊക്കെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ കണ്ടോ, ഇതാണ് ബ്രിട്ടീഷുകാർ പണ്ട് 1883 പണിയേൽപ്പിച്ച പാലം. എത്ര വർഷം പഴക്കമുള്ളൊരു പാലം നോക്കി. ഇത്രയും നാളായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഒരു പ്രശ്നം, ഇതിന് കാര്യമായിട്ടൊരു കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അവിടെ നോക്കി ഞാൻ നല്ലൊരു തേനീച്ചക്കൂട് കാണാം. വെറുതെ അല്ല ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറയാം. എനിക്ക് 2 കുത്ത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു. ആരും എടുക്കാനൊന്നും ശ്രമിച്ചിട്ടാന്ന് തോന്നുന്നു. വലിയൊരു കൂടുണ്ട്. ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ വന്നാൽ മതി. ഇവിടെ വന്ന ഫിഷ് സ്പാ ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ കുറേ മീനുകളുണ്ട്, നല്ല രസമുണ്ട്.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയ കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.